ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് കുറച്ച് നെല്ലിക്ക ഇട്ടിട്ട് കുറച്ച് വലിയ നെല്ലിക്ക ആയിപ്പോയി കേട്ടോ. ചെറിയ നെല്ലിക്കയാണെങ്കിൽ അതാണേ നല്ലത്. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം മാറ്റി വെക്കാം. പിന്നെ അടുപ്പത്തേക്ക് കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം. അതൊരു കപ്പിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ 2 പച്ചമുളക് എടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലിടാം. ഞാൻ ആവശ്യത്തിന് ഉപ്പും മുളകും മാത്രമേ ഇടത്തുള്ളൂ, ഒരുപാട് ആക്കത്തില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് ആറി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്കയിൽ നിന്ന് കുറച്ച് മാത്രം, ചെറിയൊരു കുപ്പി ഗ്ലാസിൻ്റെ ടിന്നെ എൻ്റെ കയ്യിലുള്ള കേട്ടോ, ഗ്ലാസിൻ്റെ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് നെല്ലിക്ക ഇട്ടിട്ടുള്ളൂ. അതിലേക്ക് നമ്മുടെ ഈ വെള്ളം ചെറിയ ചൂടോട് കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ മുളകും അതിനകത്ത് വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉപ്പും എരിവും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം. ഞാനൊരു നോർമൽ രീതിയിലാട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി കുറച്ച് നെല്ലിക്ക കൂടെ ബാക്കിയുണ്ടല്ലോ, അത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് ഈ ഒരു കണ്ടീഷനിലെത്തും. നന്നായിട്ട് ഇങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ പീസായിട്ട് ഇളകി വരുന്ന രീതിയിലാവും കേട്ടോ. അപ്പോൾ അതൊന്ന് തണുക്കുന്നതിന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് തണുത്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഞാനൊരു പൂവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് പിന്നെയും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എളുപ്പം, കുറച്ച് സോക്കാവാൻ കുറച്ചും കൂടെ എളുപ്പം ഇതായതുകൊണ്ടാണ് ഞാനിങ്ങനെ പീസാക്കുന്നത്. അതിലേക്ക് എൻ്റെ കയ്യിൽ ശർക്കര ഉണ്ടായതുകൊണ്ട് കേട്ടോ ഞാൻ ശർക്കര ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം തേൻ യൂസ് ചെയ്യാം. തേൻ യൂസ് ചെയ്യാൻ നിങ്ങളിങ്ങനെ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇത് ടിന്നിലേക്ക് ഇട്ടിട്ട്, ഗ്ലാസിൻ്റെ ടിന്ന് തന്നെ യൂസ് ചെയ്യുക. കുപ്പിയിലേക്ക് ഇട്ടിട്ട് തേനങ്ങ് ഒഴിച്ച് അടച്ച് വെച്ചിരുന്നാൽ മതി കുറച്ച് ദിവസത്തേക്ക് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ തേനില്ല, അപ്പോൾ ഞാൻ ശർക്കര വെച്ചിട്ട് ഇതിങ്ങനെ അടുപ്പിൽ വെച്ച് പതുക്കെ ഉരുക്കി എടുക്കും. അപ്പോൾ ശർക്കര ആയതുകൊണ്ട് അടുക്കി പിടിക്കാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അത് നിങ്ങൾ മറന്നു പോകരുത്. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി, ആ വെള്ളവും ശർക്കര പാനി എല്ലാം കൂടെ ആയിട്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വരും. അതൊന്ന് തിളച്ച് പറ്റുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ തേനാണെങ്കിൽ ഇങ്ങനെ ചൂടാക്കേണ്ട ആവശ്യമേ ഇല്ല. ഗ്ലാസിൻ്റെ ടിന്നിൽ ഇതിട്ടുക, അതിനകത്തേക്ക് തേൻ ഒഴിച്ചിനും നിറച്ച് നിൽക്കുന്ന രീതിയിൽ തേൻ ഒഴിച്ച് അടച്ചു വെക്കുക. എന്നിട്ട് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് എടുത്താൽ ശരിക്കും ആ തേനൊക്കെ അങ്ങ് അബ്സോർബായി നല്ല ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. ശർക്കര അത്ര ഹെൽത്തി ഒന്നും അല്ല, എന്നാലും നമുക്ക് കഴിക്കാൻ ടേസ്റ്റും കാണും. ശർക്കരയുടെ കുറച്ച് ഗുണവും നെല്ലിക്കയുടെ കുറച്ച് ഗുണമൊക്കെ കിട്ടുമല്ലോ. അപ്പം ഈ നെല്ലിക്ക വെറുതെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നന്നായിട്ട് തിളച്ച് വറ്റി കുറുകി വരുമ്പോൾ എന്താണ്ട് ഈ ഒരു കളറിൽ കിട്ടും. അപ്പം നമ്മുടെ ഐറ്റം ദേ ഇവിടെ റെഡിയായി. ഇനി ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷമാണ് ശരിക്കും ഇതൊന്ന് കുറച്ചും കൂടെ കളറും അതുപോലെ തന്നെ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ലൂസായിട്ട് എടുക്കാം. ഞാൻ ഒത്തിരി ലൂസായിട്ട് എടുത്തില്ല, കുറച്ച് ശർക്കര പാനി നിൽക്കുന്ന രീതിയിൽ തന്നെ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ള് തണുത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ശർക്കര പാനി ഓൾമോസ്റ്റ് എല്ലാം പറ്റി. ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പം എന്തേ കണ്ടില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. പക്ഷേ ഇപ്പോഴല്ല, ശരിക്കും ഇതിന് ടേസ്റ്റ് കുറച്ച് ദിവസം ഇങ്ങനെ എടുക്കാതെ വെച്ചേക്കണം. അപ്പം നമ്മൾ ആദ്യം ഉപ്പിലിട്ട നെല്ലിക്കയാണെങ്കിലും ഇതാണെങ്കിലും കുറച്ച് ദിവസം വെച്ചതിന് ശേഷം കഴിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക. താങ്ക് യു.